ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള അകൽച്ചയ്ക്കിടെ ഇറാൻ പ്രസിഡന്റിനെ നിഷ്പ്രഭനാക്കി ഭരണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തതായി റിപ്പോർട്ട്. അമേരിക്ക ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പുതിയ രഹസ്യാന്വേഷണ മന്ത്രിയെ നിയമിക്കാൻ നീക്കം നടത്തിയിരുന്നുവെന്നും എന്നാൽ ഈ ശ്രമങ്ങൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പരാജയപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. പ്രസിഡൻഷ്യൽ നിയമനങ്ങളും തീരുമാനങ്ങളും IRGC തടയുകയും അധികാര നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു. ഇതോടെ ഇറാൻ ഭരണകൂടം പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സ്ഥിതിയിലാണ്. പ്രതിരോധ മന്ത്രി ഹുസൈൻ ദഹ്ഗാനെയും IRGC അവഗണിക്കുകയാണെന്നും യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർണായകവും സങ്കീർണവുമായ എല്ലാ നേതൃത്വ സ്ഥാനങ്ങളിലേക്കുമുള്ള നിയമനങ്ങൾ IRGC നേരിട്ട് നടത്തുമെന്നും വാഹിദി വ്യക്തമാക്കിയെന്നുമാണ് വിവരം. പരമോന്നത നേതാവ് മുജ്തബ ഖമനെ എവിടെയാണെന്ന് പോലും വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ IRGC നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണെന്നും ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റിന് പോലും ബന്ധപ്പെടാനാകാത്ത വിധം മുജ്തബയ്ക്ക് IRGC നേരിട്ട് സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണെന്നും രാജ്യത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സർക്കാർ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് തടയുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു.